നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എരിവിൽ മാത്രമല്ല വിലയിലും താരം. എരിവേറും കാന്താരിക്ക് വില വർദ്ധിച്ചതോടെ കൃഷിയിൽ സജീവമായി കർഷകർ. കാന്താരി മുളകിൻ്റെ വില കിലോഗ്രാമിന് 1000-ലെത്തിയതോടെ വിപണികളും സജീവമായി. എന്നാൽ വില അല്പം കുറഞ്ഞ് 700-ലെത്തിയെങ്കിലും കച്ചവടം പൊടിപൊടിക്കുകയാണ്. ചില്ലറ വിൽപ്പന ശാഖകളിലെ വില 100 ഗ്രാമിന് 100 രൂപ മുതൽ 150 രൂപ വരെയാണ്. കൊല്ലം ജില്ലയുടെ കിഴക്കൻ തോട്ടം മേഖലയിലാണ് കാന്താരി കൃഷി വ്യാപകം. കുഞ്ഞനെങ്കിലും കിടിലനാണ് കാന്താരി മുളകിൽ കണ്ടുവരുന്ന ക്യാപ്സിയിൽ എന്ന രാസഘടകത്തിന് കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കാനും ഹൃദയാരോഗ്യത്തെ സംരക്ഷിക്കാനും കഴിയുമെന്ന പഠനങ്ങളാണ് ഡിമാൻഡിന് കാരണം. രക്തസമ്മർദ്ദം, പ്രമേഹം, അമിതവണ്ണം തുടങ്ങിയ ജീവിതശൈലി രോഗങ്ങളെയും ഇത് പ്രതിരോധിക്കും. മികച്ച വേദന സംഹാരി കൂടിയാണ് കാന്താരിയിലെ ക്യാപ്സിൻ. ദഹനം സുഗമമാക്കുകയും വിശപ്പ് കൂട്ടുകയും ചെയ്യുന്നു. കൃഷിക്ക് അനുയോജ്യമായ മാസം മാർച്ച് അവസാനമാണ്. വിളവ് വർദ്ധിപ്പിക്കാനും ആരോഗ്യകരമായ വളർച്ചയ്ക്കും ചാണകപ്പൊടി, കമ്പോസ്റ്റ് തുടങ്ങിയ ജൈവവളങ്ങൾ ഉപയോഗിക്കാം. പാകമെത്തിയ ശേഷം ശാസ്ത്രീയമായി സംസ്കരിച്ച് ഉണക്കിയെടുത്ത കാന്താരിക്ക് കൂടുതൽ വില ലഭിക്കും. വെള്ള കാന്താരിക്ക് വിപണിയിൽ പ്രിയം കുറവാണ്. കുട്ടി കർഷകരും പിന്നാലെ ഒരു കാലത്ത് അടുക്കളയിൽ നിറഞ്ഞു നിന്ന കാന്താരി വീണ്ടും വിപണി കീഴടക്കിയതോടെ കുട്ടി കർഷകരും കൃഷിയിലേക്ക്. വൈറ്റമിൻ എ, സി, ഇ എന്നിവയ്ക്ക് പുറമെ കാൽസ്യം, ഇരുമ്പ് തുടങ്ങിയ പോഷകങ്ങളും കാന്താരിയിൽ അടങ്ങിയിട്ടുണ്ട്. ചെടികൾ ഏകദേശം 2 മീറ്ററോളം ഉയരത്തിൽ വളരും. ക്യാപ്സിക്കം ഫ്രൂട്ടിസൻസ് എന്നാണ് കാന്താരിയുടെ ശാസ്ത്രനാമം. ചുനിയൻ മുളക്, പാൽമുളക്, കിളിമുളക് തുടങ്ങി വിവിധ ഇനങ്ങളുണ്ട്. നേരിട്ട് സൂര്യപ്രകാശം പതിക്കാത്ത സ്ഥലങ്ങളിലും വളരുമെന്നതിനാൽ തെങ്ങിൻ തോപ്പുകളിലും മറ്റും ഇടവിളയായി കൃഷി ചെയ്യാം. കേരള കാർഷിക സർവകലാശാലയുടെ തിരുവനന്തപുരം വെള്ളായണി കാർഷിക കോളേജിൽ നിന്ന് പുറത്തിറക്കിയ വിളവ് കൂടിയ ഇനമാണ് സമൃദ്ധി. ഏത് സമയത്തും കാന്താരി, കുറഞ്ഞ ചെലവിൽ ഏത് സമയത്തും കാന്താരി കൃഷി ചെയ്യാം. പഴുത്ത കാന്താരിയിൽ നിന്ന് ശേഖരിക്കുന്ന വിത്തുകൾ പാകി മുളപ്പിച്ച് തൈകൾ ഉണ്ടാക്കാം. കേരളത്തിലെ കാലാവസ്ഥയിൽ കാന്താരി കൃഷിക്ക് അനുയോജ്യമാണ്. 20 മുതൽ 30 ഡിഗ്രി വരെ താപനിലയിലും കാലാവസ്ഥയിലും കാന്താരി നന്നായി വളരും. മെയ് മുതൽ ഡിസംബർ വരെയുള്ള മാസങ്ങളാണ് കൃഷിക്ക് ഏറ്റവും അനുയോജ്യം. അപ്പോൾ റബ്ബർ തോട്ടങ്ങളിലിടയിലും ഈ കാന്താരി വളരും എന്നത് ഒരു പ്രത്യേകത തന്നെയാണ്. അപ്പോൾ റബ്ബർ കർഷകർക്ക് ഇതേപോലെ കാന്താരി കൃഷി ചെയ്തും നല്ലൊരു വരുമാനം ഉണ്ടാക്കാനുള്ള ഒരു മാർഗ്ഗമാണ്. ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹൈപ്പിലും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.